അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെ സാനിറ്റൈസറല്ലേ, സാനിറ്റൈസറൊക്കെ പബ്ലിക് പ്ലേസിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ മേളിലൊക്കെ തൊടാതെ നമുക്കത് സാനിറ്റൈസർ കയ്യിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൊറോണയുടെ വിഷയങ്ങളൊക്കെ കാരണം അത് ഇത്തിരി ഡേഞ്ചറൊക്കെ തന്നെ പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹാൻഡ് ഫ്രീ സാനിറ്റൈസർ മെഷീനുകളൊക്കെ വ്യാപകമായിട്ട് നമ്മളെ എല്ലാ സ്റ്റോറുകളിലും കടകളിലൊക്കെ വരാൻ ഉള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു മെഷീനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ള സർക്യൂട്ടൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ ആ വീഡിയോ സെറ്റാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ റീയൂസ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് നമ്മളെ T2Tech എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പം അവരാണ് ഈ വീഡിയോ റീയൂസ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആദ്യമേ ഒരു താങ്ക്സ് പറയാം. അപ്പം പറഞ്ഞിട്ടില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലൈവുഡിൻ്റെ പീസ്. ഇതിപ്പോൾ ഞാൻ അളവൊന്നും നോക്കിയൊന്നുമല്ല, ഒരു പീസ് കഷ്ണം ഞാൻ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കണുണ്ടോ അതും എടുത്തുകൊണ്ട് വന്നു. ഇതിൻ്റെ ചെറിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഏകദേശം കിട്ടാവുന്ന ഒരു പീസ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സെൻറ്റിമീറ്ററോ, അതായത് ഒരു ബലത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഒരു 3-4 സെൻറ്റിമീറ്റർ വീതിയും ഒരു 10-20 സെൻറ്റിമീറ്റർ നീട്ടമുള്ള ഒരു പീസ് കഷ്ണം. അതും അവിടെ തന്നെ കിടന്നതാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് വാഷറിൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് എടുക്കാൻ. നമുക്ക് വീഡിയോയിലേക്ക് അത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അൾട്രാസോണിക് യൂണോ. ഇത് നമുക്ക് റോബോ ഹാൻഡ് വാഷറിന് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയൊരു ബോർഡാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ റോബോ ഹാൻഡ് വാഷർ വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർവോ മോട്ടർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരുന്ന അടുത്ത വീഡിയോയുടെ ബാക്കിലേക്ക് നമുക്ക് കാണിക്കുക അതൊക്കെ. പിന്നെ നമുക്കൊരു അൾട്രാസോണിക് സെൻസർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്കൊരു ഒരു ഹാൻഡ് വാഷ് ഞാനിപ്പോൾ പോയ ഒരെണ്ണമാണ് എടുത്തുകൊണ്ട് വന്നേക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ ഹാൻഡ് വാഷർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്നാ ചെയ്യേണ്ടത്, നമ്മുടെ ഈ പീസ് കഷ്ണം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആ പീസ് ജസ്റ്റ് നമ്മൾ ഈ എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ഇച്ചിരി നീക്കി ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ നീക്കി വെക്കുക. അത് നമ്മുടെ ഹാൻഡ് വാഷർ ഇങ്ങനെ വെക്കാവുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മുടെ സെർവോ മോട്ടർ മൗണ്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് ഏകദേശം എടുത്തിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇതും കണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സെർവോ മോട്ടർ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോട്ടറിനെ ഇങ്ങനെ ക്ലാമ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ മോട്ടർ ഇങ്ങനെ കയറാവുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ സൈഡ് കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ഇങ്ങോട്ടും കൂടെ മാർക്കിങ് നമ്മൾ കറക്റ്റ് ആക്കുക. അവിടെ മാർക്കിങ് കറക്റ്റാക്കി. പിന്നെ നമുക്ക് നമ്മുടെ സെർവോ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഏകദേശം നമുക്കൊരു ഇത്രയും ഭാഗത്തേക്ക് ആ ആക്സോ ബ്ലേഡ് ഇങ്ങനെ ഇരിക്കാവുന്ന രീതിയിൽ കളയുക. നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മളൊരു ആക്സോ ബ്ലേഡ് തന്നെ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ആക്സോ ബ്ലേഡ് തന്നെ എടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഇതിനൊരു ഏകദേശം ഒരു സെറ്റപ്പിലാണ്. നമുക്കിപ്പോൾ സൂം ചെയ്തിപ്പോൾ കാണാൻ പറ്റും ഇത്ര ഒരു രീതിയിൽ. അതായത് നമ്മുടെ സെർവോ മോട്ടർ ഇങ്ങനെ ഇറങ്ങിയിരിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. ഒത്തിരി ഓവർ ലൂസൊന്നും പാടില്ല, കാരണം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയിരുന്നാൽ മതി. അതിനുശേഷം നമ്മളിതിൻ്റെ അത് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ബലത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മെനകേടൊക്കെ ആയി, കാരണം നമ്മൾ ആക്സോ ബ്ലേഡാണ് യൂസ് ചെയ്തത്. പീസ് എടുത്തു. അതിനുശേഷം നമ്മുടെ ഈ സെർവോ മോട്ടർ എടുത്തതിന് ശേഷം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെർവോ മോട്ടർ ഈ ഹോളിലേക്ക് നമ്മൾ നൈസായിട്ടൊന്ന് ഇറക്കി വയ്ക്കുക. നമ്മൾ കറക്റ്റ് ഇതായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, കാരണം കറക്റ്റായിട്ട് നമുക്ക് കയറിപ്പോയി. ഇച്ചിരി ലൂസൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാം. ഇതിന് ശേഷം ഞാനിവിടെ സ്ക്രൂ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഗ്ലൂ അടിക്കാന്നുള്ള പ്ലാനാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം അതാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈം എടുത്ത് ഉണങ്ങിക്കോളും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സെർവോ മോട്ടറൊക്കെ നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടാൻ ഇച്ചിരി ടൈം കൊടുക്കുക, നമ്മളതൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ആർഡിനോ യൂണോ ബോർഡ് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന ഫോൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡാറ്റാ കേബിൾ ഉണ്ടായിരിക്കും. ഒരു ഡാറ്റാ കേബിൾ, ഒരു USB ടൈപ്പ് ഡാറ്റാ കേബിൾ ഉണ്ടായിരിക്കും. പിന്നെ ഞാനൊരു OTG കേബിൾ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് USB ടൈപ്പ് ആണെങ്കിലോ USB മിനി അല്ലെങ്കിൽ ഏതിൻ്റെ വേണമെങ്കിലും, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് C ഫോൺ ആയതുകൊണ്ടാണ് ടൈപ്പ് C യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യുക. അതിനുശേഷം ഫോണിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മുടെ ആർഡിനോ ഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കുറേ നാവിഗേഷൻ, ഡയഗ്നോസിസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ഈ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. എഡിറ്റിൽ എടുത്തിട്ട് ഞാനിപ്പോൾ ഓൾറെഡി പ്രോഗ്രാം കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മളിവിടെ നിന്ന് പേസ്റ്റ് കൊടുക്കുക. നമ്മുടെ പ്രോഗ്രാം എല്ലാം പേസ്റ്റായി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2-3 സിമ്പിൾസ് ആണ്. ഒരു ഡൗൺലോഡിൻ്റെയും ഒരു ഫ്ലാഷിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഫ്ലാഷിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പൈൽ ചെയ്യുകയാണ്. നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ എററുണ്ടോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ കമ്പൈൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ ഇവിടെ നിന്ന് വെക്കുക. അതിനുശേഷം നമ്മുടെ
ഇതൊന്ന് കണക്ട് ചെയ്യുക. നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ഫോൺ ഇവിടെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ OTG കേബിൾ നമ്മൾ കണക്ട് ചെയ്യുക. നമ്മുടെ USB ടൈപ്പിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആർഡിനോയായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആർഡിനോ കണക്ട് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അത് പവർ സപ്ലൈ വന്നതിൻ്റെയാണ് ഈ ഒരു ലൈറ്റ് കളിഞ്ഞത് നോക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ആരോ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നടക്കും, പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ അപ്പോൾ ആയി, ഇതിൻ്റെ അകത്തേക്ക് പ്രോഗ്രാം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഒക്കെ അടിച്ച് നമ്മൾ നന്നായിട്ട് ഉണങ്ങി അത്യാവശ്യം പവർഫുള്ളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നമ്മുടെ ബോർഡിലേക്ക് പിടിക്കണം. അതിനായിട്ട് നമ്മുടെ ബോർഡ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഇത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. ഞാനൊരു ഹോളൊക്കെ ഇട്ടായിരുന്നു, അതായത് അത് ഇത്രയും ടൈം ആയിട്ടല്ലോ എന്ന് ഓർത്താണ് ഞാനിവിടെ ഒരു ഹോളൊക്കെ ഇട്ടായിരുന്നു. ജസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് നമുക്കിങ്ങനെ ഒരു ഇത് പറ്റി. ഇതിന് ശേഷം നമ്മുടെ ഹാൻഡ് വാഷൊക്കെ നമുക്ക് ഇതിൻ്റെ അടിയിലൊന്ന് പ്ലേസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇച്ചിരി അടിക്കുക, കാരണം അത് പെട്ടെന്ന് ഉണങ്ങാൻ എളുപ്പമാണ്. പെട്ടെന്ന് പിടിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി. ഇനിയാണെങ്കിലും ചാടി വരാത്ത രീതിയിൽ ഗ്ലൂ ആകുമ്പോൾ അവിടെ വെട്ടിയിരുന്നത്. ഗ്ലൂ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർന്നെടുക്കാവുന്ന രീതിയിലൊന്ന് പ്ലേസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു. ഇതിന് ഉണങ്ങാൻ നമുക്ക് ടൈം നോക്കിയിട്ട് അടുത്തായിട്ട് നമ്മുടെ ആർഡിനോയുടെ ബോർഡ് നമുക്ക് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട് നടുക്കിലേക്ക്. ഒത്തിരി വെള്ളമൊന്നും ചാടാത്ത രീതിയിലാണ് ഞാൻ ഇപ്പോൾ പ്ലേസ് ചെയ്തേക്കണം. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ അൾട്രാസോണിക് സെൻസറും നമ്മുടെ എല്ലാ വയറുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തോടെ നമുക്കൊരു പീസും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു പീസ് നമ്മൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ അൾട്രാസോണിക് സെൻസർ വയ്ക്കാൻ വേണ്ടി നമ്മളൊരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നൊരു ഗ്ലൂ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. നമ്മൾ അൾട്രാസോണിക് സെൻസർ നമ്മൾ ഇതിലൊന്ന് പിടിപ്പിച്ച് ചെയ്യുക, കാരണം നമ്മൾ ഒന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കിപ്പോൾ നമ്മളിവിടെ കൊടുത്തേക്കുന്ന വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജമ്പർ വയറൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല, കൊറോണയൊക്കെയാണ്. അപ്പോൾ കടകളൊന്നും തുറക്കുന്നില്ല, അപ്പോൾ സാധനമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള വയർ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് നമ്മളിത് ഒട്ടിച്ചിട്ടല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൾട്രാസോണിക് സെൻസറിനെ നമ്മൾ ഇത് കണ്ടോ ഈ ഒരു ഇതിരിക്കുന്ന പോലെ തന്നെ നമുക്കൊരു സ്ക്രൂ ചെയ്ത് കൊടുക്കും. സംഭവം ഇച്ചിരി ടർബ് പരിപാടിയാണ്, നല്ല എനർജി ആവശ്യം. സംഭവം അത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അൾട്രാസോണിക് സെൻസറിൻ്റെ അത് 4 വയറുകൾ കണക്ട് ചെയ്യുക, അതായത് 4 ഇൻപുട്ടുകളുണ്ട്. ഒരെണ്ണം VCC, രണ്ടാമത്തെ ട്രിഗർ, 3 എക്കോ, 4 ഗ്രൗണ്ട്, ഇങ്ങനെ 4 ഇൻപുട്ടുകളുണ്ട്. നിങ്ങൾ അൾട്രാസോണിക് സെൻസർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മൾ VCC എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്താണ് ഈ വയലറ്റ് കേബിളാണ്. അടുത്ത ട്രിഗർ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ആഷ് കളർ കേബിൾ. അതിനുശേഷം നമ്മളൊരു വൈറ്റ് കേബിളാണ് നമ്മുടെ എക്കോയ്ക്ക് കൊടുത്താണ്. പിന്നെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർഡിനോയിൽ ലെഫ്റ്റ് സൈഡിൽ, അതായത് എൻ്റെ കൈയുടെ ലെഫ്റ്റ് സൈഡിൽ കുറേ പോയിന്റുകൾ നിങ്ങൾ കണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ അനലോഗ് സിഗ്നലുകൾ കൊടുക്കാനാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് ഇൻപുട്ട്, റീസെറ്റ് അങ്ങനെയുള്ള പിന്നുകളൊക്കെ കണക്ട് ചെയ്യാനുള്ളതാണ് ഈ പോയിന്റ്. അപ്പോൾ നമ്മൾ വയലറ്റ് പിൻ എടുത്തതിന് ശേഷം ആദ്യത്തെ അനലോഗ് കഴിഞ്ഞിട്ടുള്ള പോയിന്റുകളിൽ സെറ്റിൻ്റെ അകത്ത് ആദ്യം V-in, അത് കഴിഞ്ഞ് ഗ്രൗണ്ട്, അത് കഴിഞ്ഞ് +5. നമ്മൾ ഈ +5ലേക്ക് ഇത് കണക്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ ഗ്രീൻ വയറാണ് ഞാൻ ഇപ്പോൾ എടുത്തതിന്. ഗ്രീൻ അത് തൊട്ടടുത്ത് ഗ്രൗണ്ട് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഗ്രീൻ എടുത്തതിന്. എൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഗ്രൗണ്ടും കൊടുക്കുക. പിന്നെ നമുക്ക് 2 കേബിളുകളുണ്ട്. ഒരെണ്ണം ട്രിഗർ, നമ്മുടെ ഈ ആഷ് കളറാണ് നമ്മുടെ ട്രിഗർ എന്ന് പറഞ്ഞ പിന്ന്. ഈ ട്രിഗർ എന്ന് പറഞ്ഞ പിന്ന് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ 1, 0, 1, 2, 3, 4, 6, 7, 8, 9, 10 അങ്ങനെ കുറേ പോയിന്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ട്രിഗർ എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യേണ്ടത് നമ്മൾ 7ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ ട്രിഗർ കണക്ട് ചെയ്യുക. 7ാമത്തെ പോയിന്റിൽ നമ്മൾ ട്രിഗർ കണക്ട് ചെയ്യണം. അടുത്ത നമ്മുടെ 8ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എക്കോ എന്ന് പറഞ്ഞ പോയിന്റാണ്. അതായത് നമ്മുടെ വൈറ്റ് കേബിൾ അത് നമ്മൾ കൊണ്ടുപോയി കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8ാമത്തെ പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ സെർവോയ്ക്ക് ആകെ 3 കേബിൾസാണ് വരുന്നത്. ഈ സെർവോയിൽ ഒരു ബ്രൗൺ, റെഡ്, ഓറഞ്ച്. ഈ ബ്രൗണും റെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ സപ്ലൈ ആയിരിക്കും. 9ാമത്തെയാണ് നമ്മുടെ കണക്ഷൻ സിഗ്നൽ, അതായത് സിഗ്നൽ എങ്ങനെ കറങ്ങണം, എത്ര ഡിഗ്രി കറങ്ങണം, അങ്ങനെയുള്ള സിഗ്നൽ കൊടുക്കേണ്ടതാണ് നമ്മുടെ ഓറഞ്ച് കേബിൾ. അപ്പോൾ നമ്മൾ നമ്മൾ ഈ നടുക്കത്തെയാണ് നമ്മുടെ പോസിറ്റീവ് സിഗ്നൽ കേബിൾ എന്ന് പറഞ്ഞാൽ. ഈ വയറൊക്കെ ഞാൻ സിംഗിൾ സ്ട്രാൻഡ് വയറാണ് ഉപയോഗിച്ചത്. നമുക്കിപ്പോൾ കിട്ടാനില്ലായിരുന്നു കൊറോണയൊക്കെ കാരണം. അപ്പോൾ അർജൻറ്റായിട്ട് വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നടുക്കത്തെ കേബിൾ എടുത്ത് നമ്മൾ +5ലേക്ക് ഓൾറെഡി നമ്മളൊരു 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഇത് നമ്മളൊന്ന് കണക്ട് ചെയ്തെടുക്കുക. ഒന്ന് കണക്ട് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് വയറുണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട്.
ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ഗ്രൗണ്ട് കൂടി ഉണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് അതൊന്ന് കണക്ട് ചെയ്യുക. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ കേബിളാണ് വേണ്ടത്. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ട 9ാമത്തെ പോയിന്റ്, റൈറ്റ് സൈഡിൽ 9ാമത്തെ ഇതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫോണിൽ നിന്ന് തന്നെ പവർ കൊടുക്കാമെന്നുള്ള പ്ലാനില്ല. കാരണം നമ്മുടെ കയ്യിലിരുന്ന ബാറ്ററിക്ക് ആണെങ്കിൽ ഒരു അത്ര പവറൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ആ ഡേറ്റാ കേബിൾ ഒന്ന് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു കൈ കാണിക്കുക. അതിനുശേഷം നമ്മുടെ ഒന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് മാറ്റി വയ്ക്കുക. ഇത് കണ്ടോ, നിങ്ങൾക്ക് വരുന്നുണ്ടോ? ജസ്റ്റ് ഇവിടെ ഒന്ന് ഇത് ചെയ്യുക. ഇതുണ്ടോ, ഒരു തുല്യമായിട്ടാണ് കൊടുക്കുക. സെൻസറിൻ്റെ ഒരു കൈ ഒന്ന് ജസ്റ്റ് കാണിക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ഇച്ചിരി ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമ്മുടെ സോപ്പ് ഡിസ്പെൻസറിയിൽ നിന്ന് നമ്മുടെ സോപ്പ് വരും. അതാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൈ കണ്ടല്ലോ, ജസ്റ്റ് ഇതിക്കടെ കഴുകുക. അതിനുശേഷം നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തതിന് ശേഷം ഒരു 20 സെക്കൻഡ് എടുത്ത് കൈ കഴുകുക. ഇതിപ്പോൾ ഞാൻ ഇത് മാത്രമാണ് ചെയ്തോളുന്നത്. ഇത് കഴിഞ്ഞിട്ട് പൈപ്പിൽ പോയിട്ട് കൈ കഴുകണേ. ഇവിടെ സെൻസ് ചെയ്യുക. ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇപ്പം കൊറോണ കാരണം വീട്ടിലിരിക്കുന്നവർ, അത് ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അത് ഈ സമയത്ത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രം നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇറ്റ്സ് മീ അർണസ്. അടുത്ത വീഡിയോ കിടക്കാച്ച കണ്ടന്റ് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.